പ്രിഡേറ്റർ ബാഡ്ലാൻഡ്സ് ഒരു സ്കോപ്പ് റേഷ്യോ ആയതുകൊണ്ട് തന്നെ ഐമാക്സിലോ അല്ലെങ്കിൽ PXL-ലോ ബ്ലാക്ക് ബാർസ് ഉണ്ടാവും. ഇത് കാണാനായിട്ട് നോർമൽ സ്കോപ്പ് സ്ക്രീൻ PVR Audi 3 4K ലേസർ പ്ലസ് 7.1 ആണ് ഇവിടുത്തെ സ്പെക്ക് വരുന്നത്. ഈ സ്ക്രീനാണ് ഞാൻ ഈ സിനിമ കാണാനായി തിരഞ്ഞെടുത്തത്. പ്രിഡേറ്റർ ബാഡ്ലാൻഡ്സ് ദ ബെസ്റ്റ് പ്രിഡേറ്റർ ഫിലിം ഇൻ റീസെൻറ്റ് ടൈംസ്. ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് നൽകിയിരിക്കുന്നത്. ഇതൊരു സ്റ്റാൻഡ് അലോൺ ഫിലിമാണ്. നിങ്ങൾക്ക് ഈ സിനിമ കാണാനായിട്ട് ബാക്കിയുള്ള പ്രിഡേറ്റർ ഫിലിംസോ അല്ലെങ്കിൽ ഏലിയൻ ഫിലിംസോ ഒന്നും കാണണമെന്നില്ല. പക്ഷേ ഈ ഏലിയൻ ഫിലിംസായിട്ടും പ്രിഡേറ്റർ ഫിലിംസായിട്ടുള്ള ഒരു കണക്ഷനുണ്ട്. ഈ ഏലിയൻ പ്രിഡേറ്റർ ഇവരുടെ ആ ഒരു യൂണിവേഴ്സിൽ വരുന്ന വെയ്ലൻ യുട്ടാനി എന്ന് പറയുന്ന ഒരു കോർപ്പറേറ്റ്, ആ കോർപ്പറേറ്റ് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ളതും ആ കോർപ്പറേറ്റ് വരുന്ന കുറേ ഈവിളായിട്ടുള്ള മനുഷ്യന്മാരുണ്ട്. ഈ പ്രിഡേറ്ററിനേക്കാളും അല്ലെങ്കിൽ ഏലിയനേക്കാളൊക്കെ വളരെ ഈവിളായിട്ടുള്ളതായിരിക്കും. അതിനേക്കാൾ ഈവിളായിട്ടുള്ള സിന്തറ്റിക്സ് ആൻഡ്രോയിഡ്സ് അങ്ങനെയുണ്ട്. അപ്പോൾ ഈ ഏലിയൻ പടങ്ങളും അല്ലെങ്കിൽ പ്രെഡേറ്റർ ഫിലിംസിലുള്ള ബാക്കിയുള്ള ഈ വെയ്ലൻ യുട്ടാനി അതിനെക്കുറിച്ചൊക്കെ ഒരു ഐഡിയ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പടം കുറച്ചുകൂടി എൻജോയബിൾ ആയിട്ട് കാണാൻ പറ്റും. ഇതൊരു സ്റ്റാൻഡ് അലോൺ ഫിലിമായിട്ട് കാണുകയാണെങ്കിലും ഈ ക്രീച്ചർ ഉണ്ടല്ലോ, പ്രെഡേറ്റർ, ഇതിനകത്ത് യോഡ്ജ എന്ന് പറയുന്ന അവരുടെ ഒരു സ്ഥലം, യോഡ്ജ എന്ന് പറയുന്ന ഒരു യോഡ്ജ പ്രൈം, അവിടെ ജനിക്കുന്ന എല്ലാ യോഡ്ജകൾക്കും അവരുടേതായിട്ടുള്ള ധീരത തെളിയിക്കേണ്ട സമയമുണ്ട്. അപ്പോൾ ആ ധീരത തെളിയിക്കുന്നതിനായിട്ട് അവർ ഈ മൊത്തം യൂണിവേഴ്സിലുള്ള ഏതെങ്കിലും പ്ലാനറ്റ് തിരഞ്ഞെടുക്കുക, ആ പ്ലാനറ്റിലുള്ള അവരുടെ ഒരു പ്രേയെ കണ്ടെത്തുക. ഈ പ്രേയെ വേട്ടയാടി ആ ട്രോഫിയൊക്കെ കൊണ്ടുവരുമ്പോഴാണ് അവരുടെ ആ ധീരത തെളിയിച്ചതിൻ്റെ സമ്മാനമായിട്ട് ഇവർക്ക് പല പവർഫുൾ വെപ്പൺസ്, ആ ഒരു ക്ലോക്ക്, അവർ അണിയുന്ന ആ ഒരു ഹെൽമെറ്റ് പോലുള്ള അങ്ങനെ ഒരുപാട് പവർഫുൾ ആയിട്ടുള്ള സംഭവങ്ങളെല്ലാം ഇങ്ങനെ ഈ ധീരത തെളിയിച്ചാൽ മാത്രമാണ് കിട്ടുകയുള്ളൂ. അതിന് അവരുടെ ഒരു ട്രഡീഷനാണ്. അവിടെയുള്ള എല്ലാ യോഡ്ജകളും ചെയ്യേണ്ടതാണ് ഒരു പ്രേയെ കണ്ടെത്തുക, ആ പ്രേയെ ഡിഫീറ്റ് ചെയ്ത് തിരിച്ചെത്തുക, പിന്നെ അവരുടെ ഹോണർ തുടങ്ങിയ കാര്യങ്ങളല്ല. പക്ഷേ ഇവിടെ ഡെക്ക് നേരിടുന്ന പ്രധാന പ്രശ്നം ഫാമിലിയിൽ തന്നെയുള്ള പ്രശ്നങ്ങളും പിന്നെ ഈ പറയുന്ന വളരെ വീക്കാണെന്നുള്ളത് തന്നെ കൊണ്ട് കഴിയുമെന്നുള്ളൊരു ആത്മവിശ്വാസമുണ്ട്. പക്ഷേ എങ്ങനെയെന്നുള്ള ചോദ്യം തുടങ്ങിയ കാര്യങ്ങളാണ്. അങ്ങനെ വളരെ അപകടം പിടിച്ച ജന്ന എന്ന് പറയുന്ന ഒരു പ്ലാനറ്റിലേക്കാണ് പോകുന്നത്. ഈ ജന്ന എന്ന പ്ലാനറ്റിൽ കലിസ്ക് എന്ന് പറയുന്ന ഒരു അപ്പെക്സ് പ്രെഡേറ്റർ ഉണ്ട്. ഈ അപ്പെക്സ് പ്രെഡേറ്ററിനെ ഡിഫീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഇമ്പോസിബിളാണ്, നിയർലി ഇമ്പോസിബിളാണ്. ഈ യോഡ്ജ, അതായത് പ്രെഡേറ്റേഴ്സിന് വരെ ഇതുവരെ ആർക്കും സാധിക്കാത്തൊരു കാര്യമാണ് ഈ കലിസ്കിനെ ഡിഫീറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ആ ഒരു ദൗത്യമായിട്ടാണ് പോകുന്നത്. പക്ഷേ ഈ ജന്ന എന്ന് പറയുന്ന പ്ലാനറ്റ്, അവിടെയുള്ള മരം, അവിടെയുള്ള പുല്ല്, അവിടെയുള്ള പുഴു, അവിടെയുള്ള ജീവികളെല്ലാം അപകടം പിടിച്ചാണ്. ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ യോഡ്ജ എന്ന് പറയുന്നത് തന്നെ ഒരു പ്രെഡേറ്ററാണ്. പക്ഷേ ഈ ജന്നയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഈ പ്രെഡേറ്റർ എങ്ങനെ ഒരു പ്രേയായി മാറുന്നു, അതാണ് ഇതിൻ്റെ ട്രെയിലറിൽ തന്നെ സിമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാണ് ഈ സിനിമയുടെ കഥ. അങ്ങനെ ഡെക്ക് എന്ന് പറയുന്ന നമ്മുടെ നായകൻ ചെന്നൈയിലെത്തി അവിടെ വെച്ച് കാണുന്നതാണ് നമ്മൾ ഈ ഏലിയൻ സിനിമകളിലെ കണ്ടിട്ടുള്ള വെയ്ലൻ യുട്ടാനി നിർമ്മിച്ചിട്ടുള്ള ഒരു സിന്തറ്റിക്. ആ സിന്തറ്റിക്കും ഈ ഡെക്കും കൂടി ചേർന്നിട്ട് എങ്ങനെ ഇവരുടെ ദൗത്യം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കി എന്നുള്ളതാണ് വളരെ വളരെ രസകരമായിട്ട് 2 മണിക്കൂറിൽ കിഡിലൻ. അതായത് ഈ പ്രെഡേറ്റർ സിനിമകളിൽ ഞാൻ ഏലിയൻ ഞാൻ പറയുന്നില്ല, കാരണം ഏലിയൻ റോമുലസിലൊക്കെ ഗംഭീര ആക്ഷൻ സീക്വൻസ് ഉണ്ട്. അപ്പോൾ ഈ പ്രെഡേറ്റർ സീരീസിലെ ഏറ്റവും ബെസ്റ്റ് ആക്ഷൻ സീക്വൻസ് നടന്നിട്ടുള്ള സിനിമയാണ് പ്രെഡേറ്റർ ബാഡ്ലാൻഡ്സ്. ഇതിൽ ഈ നമ്മളിങ്ങനെ വാവ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സീറ്റ് എഡ്ജിലൊക്കെ നിന്ന് നമ്മൾ കൈയടിച്ച് അടിപൊളി എന്നൊക്കെ പറയില്ല, അങ്ങനത്തെ സീക്വൻസ് തന്നെ ഇതിനകത്ത് 2-3 വരുന്നുണ്ട്. ഗംഭീര ആക്ഷൻ സെറ്റ് പീസസ് വരുന്ന പടമാണ്. ഇതിങ്ങനെ വലിയ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടല്ലോ കിഡിലൻ സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആണ്. എൽഫാനിങ് ആണ് ഇതിനകത്ത് സിന്തറ്റിക് ക്യാരക്ടേഴ്സ്, 2 ക്യാരക്ടേഴ്സിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് വെയ്ലൻ യുട്ടാനിയിലുള്ള സിന്തറ്റിക്സ് എന്തൊക്കെയായിരിക്കും എന്നുള്ളതിൻ്റെ ഒരു വേർഷൻ വരുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു വേർഷനായിട്ടാണ് അതിനകത്ത് തീയ വരുന്നത്. പിന്നെ നമ്മുടെ ഡെക്ക് എന്ന് പറയുന്ന നമ്മുടെ പ്രിഡേറ്റർ, ആക്ച്വലി ഇവരുടെ ഒരു യാത്ര, ആ യാത്രയിൽ നടക്കുന്ന ചെറിയ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ, ഇവരെ കൂടെ കൂടുന്ന ഒരു കമ്പാനിയൻ, വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു മങ്കിയെ പോലെ ഇരിക്കുന്ന ഒരു സംഭവമുണ്ട്. ഈ ഹ്യൂമാനിറ്റി എന്ന് പറയുന്ന കാര്യം മനുഷ്യന്മാർക്കല്ല, ഈ സിന്തറ്റിക്സിനും പിന്നെ ഈ പറഞ്ഞ യോഡ്ജകൾക്കൊക്കെ ഉണ്ടെന്ന് കാണിക്കുന്ന ആ രീതിയിലൊക്കെ പോകുന്ന ആ ഒരു വളരെ രസകരമായിട്ടുള്ള ഇവരുടെ യാത്ര. അതിനകത്ത് വരുന്ന ഗംഭീരമായിട്ടുള്ള ആക്ഷൻ സെറ്റ് പീസസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിട്ട് 2 മണിക്കൂറുണ്ടല്ലോ പോകുന്ന അറിയില്ല. പിന്നെ ഞാൻ നോർമൽ ഒരു സ്കോപ്പ് സ്ക്രീനിൽ, അതായത് 4K ലേസർ 7.1 തിയേറ്ററിലാണ് ഞാൻ കണ്ടത്. ഇതിന് ഐമാക്സ് വേർഷനും കൂടി ഉണ്ട്. പക്ഷേ ഇതൊരു സ്കോപ്പ് ഫിലിം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഐമാക്സിൽ മുകളിലും താഴെയും ബ്ലാക്ക് ബാർസ് ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ പിന്നെ ഐമാക്സിന് ഞാൻ ചൂസ് ചെയ്തില്ല. ഒത്തിരി കാശ് കൊടുത്തിട്ട് നമുക്ക് ഫുൾ സ്ക്രീനിലില്ല ഏതായാലും ഐമാക്സിൽ ഈ പടം. ബാക്കിയുള്ള എല്ലാ സ്ക്രീനിലും ഫുൾ സ്ക്രീൻ ഉണ്ടാവും. പക്ഷേ 3D ആണ്. 3D കുറച്ച് ഈ പടം മൊത്തത്തിൽ ഡാർക്കാണ്. ഇപ്പോൾ ഡാർക്ക് ആയതുകൊണ്ട് 3D ഒരു മങ്ങിയ ഫീലായിരുന്നു മൊത്തത്തിലുണ്ടായിരുന്നത്. പിന്നെയുള്ള ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ പടം കാണാൻ ഡോൾബി സിനിമാസ് പൂനെയാണ്. അപ്പോൾ പൂനെയിലെ ഖരാടി എന്ന് പറയുന്ന സ്ഥലത്ത് പോയി പടം കാണുക എന്നുള്ളത് പോസിബിൾ അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു നോർമൽ 4K ലേസർ 7.1 സ്ക്രീനായിരുന്നു. 3D അത്ര ഗംഭീരമൊന്നുമല്ല, 3D ഡെപ്തോ കാര്യങ്ങളൊന്നും എടുത്തു പറയത്തൊക്കെയൊന്നുമില്ല. ഒരു സാധാരണ ഒരുപാട് ഇംഗ്ലീഷ് മാർവലിൻ്റെ പടങ്ങളൊക്കെ വരില്ലേ, ഇത്ര ഒരു സുഖമില്ലാത്ത 3D കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഈ പടം 4Kയിൽ കാണണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉള്ളൊരു ഓപ്ഷനാണ് ഐമാക്സ്. പക്ഷേ ഐമാക്സിൽ ഫുൾ സ്ക്രീൻ ഇല്ല, അങ്ങനെയുള്ളൊരു പ്രശ്നമുണ്ട്. പിന്നെ നമുക്കിവിടെ 3D ആണെന്നുണ്ടെങ്കിൽ അത് 4K ആയിരിക്കില്ല. നമ്മൾ കാണുന്ന തിയേറ്റർ 4K ആണെങ്കിലും വരുന്ന DCP 2K ആണ്. അപ്പോൾ ഞാൻ കണ്ട പ്രിൻ്റ് 2K ആണ്. 2Kയുടെ 3D എഫക്ട്സ് എന്ന് പറയുന്നത് അത്ര വലിയ സുഖമൊന്നുമില്ല. പക്ഷേ ഈ പടം ഗംഭീരമായതുകൊണ്ട് തന്നെ
എനിക്ക് ഇത് 4DX ഒന്ന് എക്സ്പീരിയൻസ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. എനിക്ക് ഇത് ഐമാക്സിലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. കാരണം ചില പടങ്ങളാണ് നമുക്ക് എല്ലാ ഫോർമാറ്റ്സിലും കാണണം എന്നൊക്കെ ഉള്ളൊരു ഫീൽ ഉണ്ടാകുന്നത്. കാരണം ഇതിനകത്ത് ആ ഒരു കാട്, ആ ഒരു ജന്ന എന്ന് പറയുന്ന പ്ലാനറ്റിൽ എത്തി അവിടെ നടക്കുന്ന ഓരോരോ കാര്യങ്ങൾ, ഈ പ്രെഡേറ്റർ ഡെക്ക് എന്ന് പറയുന്ന നമ്മുടെ നായകൻ്റെ ഫാമിലി കോൺഫ്ലിക്ട്സ് തുടങ്ങിയ കാര്യങ്ങൾ, പിന്നെ ഈ സിന്തറ്റിക്സ് തമ്മിലുള്ള ആ ഒരു അടുപ്പം, ആ ഒരു കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര രസമാണ്. അതായത് 2 മണിക്കൂർ പോകുമെന്ന് അറിയുന്നില്ല, ഭയങ്കര എൻഗേജിങ് ആയിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് പറ്റുന്ന എല്ലാ ഫോർമാറ്റിലും ഈ പടം കാണണമെന്നുണ്ട്. 4DX നെക്സ്റ്റ് എനിക്കൊന്ന് 4DX ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. നല്ല ഈ ജുറാസിക് വേൾഡ് ആ പടങ്ങളുടെയൊക്കെ ഒരു ഇതുപോലത്തെ ക്രീച്ചർ പടങ്ങളുടെ ആ ഒരു 4DX എഫക്റ്റ് അത്ര സ്മൂത്ത് ഒന്നും ആയിരിക്കില്ല, നമുക്ക് ഭയങ്കര ഇറിറ്റേഷനൊക്കെ ഫീൽ ചെയ്യുന്ന പോലെ ആയിരിക്കും. പക്ഷേ ഓട്ടോമൊബൈൽ ആ ഒരു സംഭവം F1 പോലുള്ള പടങ്ങളുടെയൊക്കെ 4DX എഫക്റ്റ് അത് കിടുവാണ്. അപ്പോൾ എനിക്കിതിൻ്റെ 4DXൻ്റെ എഫക്ട്സും കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അതുകൊണ്ട് ഞാനത് വീക്ക് ഡേയ്സിൽ, അതായത് ഇവിടുത്തെ കൊച്ചിയിലുള്ള 4DXൽ നമുക്ക് പാസ്പോർട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു ലൂപ്പ് ഹോൾ ഞാൻ യൂസ് ചെയ്തിട്ട് ഞാൻ 4DX ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ ഐമാക്സിലും ഈ പടം കാണുന്നുണ്ട്. ഈ ആഴ്ച വേറെ പടങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഏത് തിയേറ്ററിലാണെന്നുണ്ടെങ്കിലും പ്രെഡേറ്റർ ബാഡ്ലാൻഡ്സ് എന്ന് പറയുന്ന പടം നല്ലൊരു കിഡിലും തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും നൽകുന്നത്. സോ നമ്മൾ മുടക്കുന്ന കാശ്, നമ്മുടെ സമയം, അതിനെല്ലാത്തിനും പുറത്തായിട്ടുള്ള ഒരു കിഡിലും പടം, അതാണ് പ്രെഡേറ്റർ ബാഡ്ലാൻഡ്സ്.